മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് മോശം പറയുകയല്ല, മനസ്സിന് വളരെ വേദന ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു മകന്റെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള പിടിവാശിയിൽ ആ അച്ഛനും അമ്മയും ഒപ്പം മരിച്ചത്. ഒരുപാട് നേരം ആത്മഹത്യ ഭീഷണി മുഴക്കി നിന്നിട്ട് ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതെ അച്ഛൻ ആ മകനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുമ്പോൾ മകൻ അച്ഛനെയും വലിച്ചുകൊണ്ടാണ് ആ കൊക്കയിലേക്ക് വീണത്. പക്ഷെ നമ്മളെ ചങ്ക് കൂടുതൽ പടഞ്ഞു പോയത് അച്ഛനും മകനും താഴേക്ക് പതിച്ചതിന്റെ അടുത്ത സെക്കൻഡിൽ ആ അമ്മയും കൊക്കയിലേക്ക് എടുത്ത് ചാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയുടെ ഇത്തരത്തിലുള്ള പിടിവാശികളും സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നുകയാണ്. ഒരിക്കലും ആ മരണത്തിനെ കുറിച്ച് ന്യായീകരിച്ച് അന്യായീകരിച്ച് സംസാരിക്കാനൊന്നും അല്ല വന്നത്. ഞാൻ സംസാരിക്കുന്ന ഈ നാട്ടിലെ മറ്റുള്ള യുവാക്കളോടാണ്. ഇന്ന് ആ പയ്യൻ ഐഫോൺ വാങ്ങി കൊടുത്തില്ല എന്ന് പറഞ്ഞു അവന്റെ കുടുംബത്തോടൊപ്പം തന്നെ മരണത്തിലേക്ക് പോയി. നാളെ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇത് സംഭവിക്കാതിരിക്കണം. മകന്റെ പിടിവാശികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കണം. കുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാം ഉണ്ടാവും. നമ്മൾ കൃത്യമായി പഠിച്ചാൽ നല്ലൊരു ജോലി നേടിയാൽ ഈ പറയുന്നതെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ ജീവൻ അവസാനിപ്പിക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. നാട് വിട്ടുപോയ ചരിത്രം വരെയുണ്ട്. ഇതുപോലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് രക്ഷിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ പിടിവാശിക്കപ്പുറം അവർ തോൽവി സമ്മതിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാധനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന് ജീവൻ പണയം വെക്കുന്നതും നാട് വിട്ടു പോകുന്നതൊക്കെ എന്തർത്ഥത്തിലാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? അവസാനമായിട്ട് എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക. നിങ്ങൾ കുറച്ചാലേ കുട്ടികൾക്ക് അത് വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ അടുത്തേക്ക്, അതായത് ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറകളായ കുട്ടികളുടെ അടുത്തേക്ക് ഈ മൊബൈൽ ഫോൺ കുത്തിഞ്ഞിരിക്കാതിരിക്കുക. അവരുടെ ജീവിതം കുറച്ചുകൂടി ഭംഗിയാവത്തുള്ളൂ.